നമ്മുടെ രാജ്യത്ത് 1980, 1990 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസിഡൻസിന്റെ കാരണം ഒരു ഡിവോഴ്സ് കേസാണ്. ഷാബാനു ബീഗം വേഴ്സസ് മുഹമ്മദ് അഹമ്മദ് ഖാൻ. ഇവർ തമ്മിലുള്ള ഈ ഡിവോഴ്സ് കേസിൽ എന്തൊക്കെ പൊളിറ്റിക്കൽ ഇൻസിഡൻസ് ഉണ്ടായെന്ന് വെച്ചാൽ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അന്ന് ഗംഭീര ഭൂരിപക്ഷത്തിലാണ് രാജീവ് ഗാന്ധി ജയിച്ചത്. ആ സമയത്ത് വെറും രണ്ടേ രണ്ട് സീറ്റാണ് BJP ക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 84 നിന്ന് 89 മാറിയപ്പോൾ കഥ മാറി. രണ്ട് സീറ്റിന്റെ സ്ഥാനത്ത് 85 സീറ്റോളമാണ് അന്ന് BJP ക്ക് ലഭിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനെ തുടർന്നുണ്ടായിരുന്ന ബാബരി മസ്ജിദിന്റെ ഇൻസിഡന്റ്, ആ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള BJP ക്കുള്ള ഭരണം കിട്ടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ UCC, യൂണിഫോം സിവിൽ കോഡ്, അങ്ങനെയുള്ള സാമുദായിക രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു കേസാണ് ഷാബാനു ബീഗം വേഴ്സസ് മുഹമ്മദ് അഹമ്മദ് ഖാൻ. ഈ ഷാബാനു ബീഗത്തിന്റെ കഥ ഒന്ന് ചുരുക്കി പറയാം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജീവിച്ചിരുന്ന ഒരു വക്കീലായിരുന്നു മുഹമ്മദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഷാബാനു. അവർക്ക് 5 മക്കളുണ്ടായിരുന്നു. ഈ ഷാബാനുവിന് ഒരു 62 വയസ്സ് പ്രായോഗിക ആയപ്പോഴേക്കും മുഹമ്മദ് അഹമ്മദ് ഖാൻ കുറെ കൂടി ചെറുപ്പമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. സ്വാഭാവികമായും ആദ്യത്തെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന് ഒരു ബാധ്യതയാകുന്നു. അവരെ പുറത്താക്കുന്നു. അപ്പോൾ 5 മക്കളുണ്ട്, ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഷാബാനു തന്റെ ജീവനാംശത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയാണ്. കോടതിയെ സമീപിക്കുമ്പോൾ അന്നത്തെ CRPC 124 പ്രകാരം ഈ ജീവനാംശം കൊടുക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണെന്നൊരു വിധി വരുന്നു. പക്ഷേ ഈ വിധി വരുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയെ, അതായത് ഷാബാനുവിനെ മുത്തലാഖ് ചൊല്ലുന്നു. മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുകയാണ്. അപ്പോൾ മുസ്ലിം നിയമപ്രകാരം, ശരീഅത്ത് നിയമപ്രകാരം മുത്തലാഖ് ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജീവനാംശം കൊടുക്കാൻ ഭർത്താവിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയാണ് ഇദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ കോടതി മാസം 25 രൂപ കൊടുക്കാൻ വിധിക്കുന്നു. ഈ എമൗണ്ട് തീരെ ചെറുതാണെന്ന് പറഞ്ഞിട്ടാണ് ഷാബാനു ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവിടുന്ന 179 രൂപ 20 പൈസയാണ്. അപ്പോൾ ഈ 179 രൂപ 20 പൈസ മാസം കൊടുക്കാൻ തയ്യാറല്ലാത്ത മുഹമ്മദ് അഹമ്മദ് ഖാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പിന്നീട് ഉണ്ടാകുന്ന സുപ്രീം കോടതി വിധിയാണ് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം മൊത്തത്തിൽ മാറ്റിമറിച്ച, ഒരുപാട് സാമുദായിക രാഷ്ട്രീയ ധ്രുവീകരണം നടത്തിയിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ കേരളത്തിൽ 2 കെട്ടും 4 കെട്ടും EMSന്റെ ഓളും കെട്ടും എന്നൊക്കെ ലീഗുകാർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ആ ഒരു സാഹചര്യത്തിൽ വരെ എത്തിച്ച ഈ കേസാണ് ഷാബാനു ബീഗത്തിന്റെ കേസ്. CRPC 125 ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ള ആ ഒരു കാര്യം വന്നപ്പോഴേക്കും 1985 അന്ന് സുപ്രീം കോടതി ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സാമുദായിക ധ്രുവീകരണമാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ രാജീവ് ഗാന്ധി ഗവൺമെന്റ്, അത് 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പവറിലേക്ക് എത്തിയ ആളാണ് രാജീവ് ഗാന്ധി. അപ്പോൾ ഓൾറെഡി ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന സിഖുകാരോടുള്ള, അതായത് ന്യൂനപക്ഷത്തോടുള്ള ഒരുപാട് ആക്രമണങ്ങളുടെ പേരിൽ ഇനി ഈ മുസ്ലിം ന്യൂനപക്ഷത്തെയും കൂടി നിങ്ങൾ പിണക്കേണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു നിയമം പൊളിച്ചെഴുതുകയാണ് പുള്ളിക്കാരൻ പിന്നീട് ചെയ്യുകയുണ്ടായത്. അപ്പോൾ അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിന് കാരണമായി. കാരണം സർക്കാർ മുസ്ലിങ്ങളുടെ ഫേവറിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഭാഷ്യമാണ് ബാക്കിയുള്ള എതിർ പാർട്ടികളെല്ലാം. അന്ന് LK അദ്വാനിയൊക്കെ നല്ല രീതിയിൽ അത് മുതലെടുത്ത ആളാണ്. അപ്പോൾ ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം അത് ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ നടന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളെ ഇനി പണക്കണ്ട എന്നുള്ള രീതിയിലാണ് പിന്നെ രാമജന്മഭൂമി ആ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ ആക്ച്വലി എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലായിരിക്കും പിന്നീട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടന്നതിൻ്റെ മൂല കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഷാബാനോ കേസാണ്. ഈ ഷാബാനോ കേസ് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഹക്ക് എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. ഈ ഹക്ക് എന്നുള്ള സിനിമയിൽ യഥാർത്ഥത്തിൽ നടന്നുള്ള 62 വയസ്സുള്ള ഷാബാനുവെന്നല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇമ്രാൻ ഹാഷ്മിയാണ് അതിനകത്ത് അബ്ബാസ് ഖാനായിട്ട് അഭിനയിക്കുന്നത്. ഇത് ഷാസിയ ബീഗമായിട്ട് അഭിനയിക്കുന്നത് യാമി ഗൗതമാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും 3 മക്കളാണ്. ഈ കേസും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ആ ഓർഡറിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് എതിരായിട്ടുള്ള ഒരു സിനിമയല്ല. കാരണം ഈ സിനിമയിൽ വിശുദ്ധ ഖുർആൻ അൽ ബക്കറ, സൂറത്ത് അൽ ബക്കറയിലെ ആയത്ത് 141 കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രകാരം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവനാംശം കൊടുക്കണമെന്നുള്ളത്. പക്ഷേ ഈ മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വേറെ കുറേ പേര്, അതായത് ഖുറാനല്ല നോക്കേണ്ടത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീഅത്ത് നിയമപ്രകാരം നടന്നാൽ മതി, ഖുറാൻ വായിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അന്നത്തെ പറഞ്ഞ ആളുകളുണ്ട്. അതായത് മതത്തിൽ പറയുന്നത് പക്ഷെ പ്രവർത്തിക്കുന്നത് വേറെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്രിയാർക്കി അതിനെ പൊളിച്ചെടുക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്നത് ഇമ്രാൻ ഹാഷ്മിയാണ്. ആ ഇമ്രാൻ ഹാഷ്മി എന്നുള്ള ഒരാൾ, അദ്ദേഹം കോടതിയിൽ നിന്ന് SC/STക്കും ബാക്കിയുള്ള ഒരുപാട് ന്യൂനപക്ഷങ്ങൾക്കുമുള്ള പരിഗണനകളുണ്ട്. പക്ഷേ ആസ് എ മുസ്ലിം എന്നുള്ള രീതിയിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുസ്ലിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു കോടതി മുറിയിൽ.
ആ കോർട്ട് റൂമിൽ നടക്കുന്ന സംഭാഷണം എന്ത് കൺവിൻസിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യാഥാസ്ഥിതികനായിട്ടൊരു മുസ്ലിമിന് ആ സംഭാഷണം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഈ രാജ്യത്ത് എനിക്ക് വേണ്ട രീതിയിലുള്ള നീതി കിട്ടുന്നില്ല, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ ഇമ്രാൻ ഹാഷ്മിയെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. അത്ര കൺവിൻസിങ് ആണ് ആ കഥാപാത്രവും ആ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഡയലോഗുകളും. അതേസമയം യാമി ഗൗതം അവതരിപ്പിച്ചിരിക്കുന്ന ഷാസിയ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഡിവോഴ്സിന് ശേഷം ലഭിക്കേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടമാണ് ഇതിനകത്ത് നായിക നടത്തുന്നത്. ഈ നായികയുടെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്, നായികയ്ക്ക് ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് അറിയാം, ആ മതത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അത് വളച്ചൊടിക്കുന്ന ആളുകൾ, അത് വളച്ചൊടിക്കുന്ന കാര്യങ്ങളെയാണ് ഇതിലെ നായിക ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നായിക പറയുന്നതെല്ലാം ഫാക്റ്റാണ്, വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് വളച്ചൊടിക്കുന്ന ആളുകളെയാണ് ചോദ്യം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ മതത്തിനെതിരെ നിൽക്കാതെ എന്നാൽ ആ മതത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിൽക്കുന്ന സിനിമയായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു ഭംഗിയുണ്ട്. ഈ സിനിമയുടെ ആ ഒരു പ്രൊഡക്ഷൻ, അതുകൂടാതെ അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, ഇതെല്ലാം ഒരു ആവറേജ് ലെവലിലാണ് വരുന്നതെങ്കിൽ പോലും ഈ സിനിമയിലെ ഡയലോഗ്സിന് വളരെയധികം മൂർച്ചയുണ്ട്. പിന്നെ ഇമ്രാൻ ഹാഷ്മിയുടെ ആ ക്യാരക്ടറിനെ ഒരിക്കലും ഒരു ഈവിൾ ക്യാരക്ടറായിട്ടല്ല കാണിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് മാനുഷികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും ഉള്ള, ഭാര്യ മക്കളും പോയി കഴിയുമ്പോൾ അതിൽ സങ്കടപ്പെടുന്ന, അതിനുശേഷം സ്വന്തം മകൻ തന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിലൊക്കെ കാണിക്കുമ്പോൾ അതിൽ വേദനിക്കുന്ന, അങ്ങനെ അപ്പോഴും സ്റ്റിൽ ഒരു ഹ്യൂമൻ നേച്ചറായിട്ടാണ് ഈ ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്നത്. അവസാനം കേസ് തോൽക്കുമ്പോൾ പോലും, ഇതൊരു നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമാക്സിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാം, അപ്പോഴും അതൊരു വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഇതിലെ കഥയും കഥാപാത്രങ്ങളെല്ലാം ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ആ ഒരു സാമുദായിക ധ്രുവീകരണം അതിനെ ചോദ്യം ചെയ്യുന്നു എന്നല്ലാതെ ഒരിക്കലും ഒരു മതത്തിനെതിരായിട്ട് ഒന്നും പോകുന്നില്ല. മതം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ ചട്ടക്കൂട്ടിൽ സ്ത്രീകൾ നിൽക്കണം എന്ന് കരുതുന്ന ആ പുരുഷന്മാരെയൊക്കെയാണ് ഈ സിനിമ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആ ഇന്റൻഷനിലൊരു സിൻസിയറിറ്റി ഉണ്ട്. ആ സിൻസിയറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹക്ക് എന്ന് പറയുന്ന ഈ സിനിമ, ഇമ്രാൻ ഹാഷ്മി, യാമി ഗൗതം, ഇവർ രണ്ടുപേരുടെ കിഡിലൻ പെർഫോമൻസുകൾ കൊണ്ടും പിന്നെ ഇവരുടെ നല്ല കിഡിലൻ ഡയലോഗ്സുകൾ കൊണ്ടും എനിക്ക് വളരെയധികം സംതൃപ്തി നൽകിയ സിനിമയാണ്. ഈ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈല്, പിന്നെ അതിനകത്തുള്ള കുറേ സംഭവങ്ങളെല്ലാം കുറച്ച് അമേച്ചറായിട്ടുള്ള കുറച്ച് ഷോർട്സ് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ പഴയ കാലഘട്ടമായിട്ട് തന്നെ ആർട്ട് വർക്കെല്ലാം അങ്ങനെ അത്ര ഗംഭീരം എന്ന് പറയാനുള്ളതല്ല. അങ്ങനെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇതിൻ്റെ ഇൻറ്റൻഷൻ സിൻസിയർ ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ്, പെർഫോമൻസ് ഇതൊക്കെ കൊണ്ടും എനിക്ക് തൃപ്തി നൽകിയ സിനിമയാണ് ഹക്ക്. ഇനി പറയുന്ന സിനിമയെക്കുറിച്ചല്ല, എൻ്റെ ഒരു കൺസേൺ ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള നടനാണ് ഇമ്രാൻ ഹാഷ്മി. പക്ഷേ പുള്ളിയുടെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് വെരി 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 പോർ. ഇങ്ങനെ ഒരു നടൻ അവസാനം ഫീൽഡ് ഔട്ടായി പോകുമോ എന്നുള്ളൊരു സങ്കടം എനിക്ക് നല്ല രീതിയിലുണ്ട്. ഈ ഹക്ക് എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ഫിലിമാണ്, ഒരു ആവറേജ് വിജയമെങ്കിലും അർഹിക്കുന്ന സിനിമയാണ്, ഒരു സിൻസിയർ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ പൊളിറ്റിക്കൽ സിനിമകളോട് പ്രത്യേകിച്ച് ഈ ജനങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതിന് കാരണമായിട്ട് കശ്മീർ ഫയൽസ് ഭയങ്കര വിജയമായിരുന്നു. അപ്പം അതിന് കിട്ടിയ കാശ്, അതിൻ്റെ ലാഭം എല്ലാം അത് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ദ ബംഗാൾ ഫയൽസ് എന്നുള്ള സിനിമ വിവേക് അഗ്നിഹോത്രി പുള്ളിക്കാരനെ ഇറക്കിയത്. നല്ല ബഡ്ജറ്റുള്ള ആ ഒരു പീരിയഡ് ടൈമൊക്കെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ ഉള്ള പടമായിരുന്നു. പക്ഷേ 8 പൊട്ടി, പുള്ളിയുടെ കാശും പോയി. ദ ബംഗാൾ ഫയൽസ്. അത് കഴിഞ്ഞ് അജയ് എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു, അത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു ബയോപിക് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് 2 ദിവസം തികച്ചു ഓടിയോ എന്നുള്ളതിന് സംശയമാണ്. പിന്നെ താജ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഈ ഇടയ്ക്ക് റിലീസായിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ ഷോ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ്, അതിൻ്റെ ബഡ്ജറ്റൊന്നും അവരത് റിക്കവർ ചെയ്യില്ല. അപ്പോൾ ഈ ഹക്ക് എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴും ഈ സിനിമകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോപ്പഗാൻഡ, ആ ഒരു കൈൻഡ് ഓഫ് പടമാണെന്നൊക്കെ ആൾക്ക് തോന്നാം. പക്ഷേ ഇതൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. വിജയം അർഹിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഗംഭീര പെർഫോമൻസ് ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരിക്കലും ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് ഹിറ്റ് എങ്കിലും അർഹിക്കുന്ന സിനിമയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഈസ് വെരി പോർ. അങ്ങനെ ഇമ്രാൻ ഹാഷ്മി കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഈ സിനിമയും ഒരു ഡിസാസ്റ്റർ ലെവലിലേക്ക് പോകുന്നു. അത് വളരെയധികം സങ്കടം തോന്നുന്നു. പുള്ളി ഒരിക്കലും ഫീൽഡ് ഔട്ട് ആവേണ്ട ഒരു നടനല്ല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നടനാണ്, അതിൻ്റെ ഒരു സങ്കടമുണ്ട്.